പെരുമ്പാവൂരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ജിഷയ്ക്ക് നീതി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരുന്നു. സ്ത്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. വൈകിട്ട് രാജ്ഭവന് മുന്നിലും കൂട്ടായ്മയ്ക്ക് ആഹ്വാനം. പീപ്പിൾ TV തുടങ്ങിയ ഹാഷ്ടാഗ് ക്യാമ്പയിന് ആയിരങ്ങളുടെ പിന്തുണയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ശക്തമായി ഉയരുകയാണ്. ആദ്യം നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പോകാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങളുടെ പ്രതിനിധി ജിതിൻ തത്സമയം ചേരുന്നു. ജിതിൻ, സെക്രട്ടേറിയറ്റിലേക്കാണ് ആദ്യഘട്ടത്തിൽ പ്രതിഷേധ കൂട്ടായ്മകൾ എത്തിച്ചേരുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റു കാര്യങ്ങൾ? രാജീവ്, പെരുമ്പാവൂരിൽ നടന്ന ക്രൂരമായ ബലാത്സംഗത്തിനെ തുടർന്നുണ്ടായ കൊലപാതകത്തിൽ വലിയ പ്രതിഷേധമാണ് കേരളമൊട്ടാകെ ഉയരുന്നത്. ഇതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളായി തലസ്ഥാനത്ത് നിന്ന് നൽകാനുള്ളത്. തലസ്ഥാനത്ത് രാവിലെ തന്നെ സ്ത്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ കൂട്ടായ്മ നടക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് സ്ത്രീ കൂട്ടായ്മ. പ്രതിഷേധ മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് തലസ്ഥാനത്ത് നടത്തുന്നത്. ഒപ്പം തന്നെ രാജ്ഭവനിലേക്കും പ്രതിഷേധ മാർച്ച് വൈകിട്ട് നടക്കും. വലിയ പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനമൊട്ടാകെ പെരുമ്പാവൂരിലെ കൊലപാതകത്തിനെതിരെ നടക്കുന്നത്. ദില്ലിയിൽ നടന്ന നിർഭയയുടെ കൊലപാതകം, ബസ്സിൽ വെച്ച് ക്രൂരമായ പീഡനത്തിനൊടുവിൽ നടന്ന കൊലപാതകത്തിനേക്കാൾ ക്രൂരമായ സംഭവമാണ് പെരുമ്പാവൂരിൽ നടന്നത് എന്ന രീതിയിൽ തന്നെയുള്ള വലിയ പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനമൊട്ടാകെ ഉയർന്നത്. ഇന്നലെ തന്നെ സംഭവത്തിൽ പെരുമ്പാവൂരിലും എറണാകുളത്തെ മറ്റിടങ്ങളിലും വലിയ രീതിയിലുള്ള യുവജന മഹിളാ സംഘടനകളുടെ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് കേരളമൊട്ടാകെ ഈ പ്രതിഷേധാഗ്നി വ്യാപിക്കുന്നത്. പീപ്പിൾ TV ആരംഭിച്ച ജസ്റ്റിസ് ഫോർ ജിഷ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനും വലിയ പ്രതികരണമാണ് സംസ്ഥാനമൊട്ടാകെ ലഭിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ക്യാമ്പയിനിലൂടെ വലിയ പ്രതിഷേധം തന്നെയാണ് പടരുന്നത്. വലിയ പിന്തുണയാണ് നമ്മുടെ ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ ലഭിക്കുന്നത്. ഇതിൽ തുടർന്ന് തന്നെയാണ് ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും നടക്കുന്നത്. വരും സമയങ്ങളിൽ യുവജന മഹിളാ സംഘടനകളും കൂടുതൽ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രാവിലെ തന്നെ തലസ്ഥാനം പെരുമ്പാവൂരിലെ കൊലപാതകത്തിനെതിരായുള്ള പ്രതിഷേധത്തിന് വേദിയാകാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാ കൂട്ടായ്മയുടെ, തലസ്ഥാനത്തെ സ്ത്രീ കൂട്ടായ്മയുടെ പ്രതിഷേധ കൂട്ടായ്മ നടക്കാൻ പോവുകയാണ്. തുടർന്ന് വൈകിട്ട് രാജ്ഭവനിലേക്കും ഈ പെരുമ്പാവൂരിലെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് നടക്കും. പോലീസ് ഈ സംഭവത്തിൽ തുടരുന്ന കുറ്റകരമായ മൗനം, സംഭവം നിസാരവൽക്കരിക്കാനായുള്ള പോലീസിന്റെ ശ്രമം, ഇതിനെതിരെയൊക്കെയാണ് പ്രധാനമായും പ്രതിഷേധം ഉയരുന്നത്. വ്യാഴാഴ്ചയാണ് കേരളത്തെ നടുക്കിയ, രാജ്യത്തെ തന്നെ നടുക്കിയ കൊലപാതകം നടന്നത്. എന്നാൽ ഇതുവരെയും പ്രതികളെ കണ്ടെത്താനായില്ല എന്ന് മാത്രമല്ല, പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല എന്ന തരത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇത് നിസാരവൽക്കരിക്കാനും ഇക്കാര്യത്തിലൊരു ആരെയോ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണോ ഈ പോലീസിന്റെ ഇത്തരം അനാസ്ഥ എന്ന സംശയം ഉയരുകയാണ്. ഒപ്പം തന്നെ പോലീസ് കാര്യത്തിൽ കുറ്റകരമായൊരു മൗനം തന്നെയാണ് തുടരുന്നത് എന്ന് ഓരോ മണിക്കൂറും പിന്നിടുമ്പോൾ നമുക്ക് വ്യക്തമാവുകയാണ്. ഇതിനെതിരെയാണ് കാര്യമായ പ്രതിഷേധം ഉയരുന്നത്. ഇന്നലെ നടന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് കൊച്ചി റേഞ്ച് ഐ ജിക്ക് അന്വേഷണ ചുമതല കൈമാറിയെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതുവരെയും ഇക്കാര്യത്തിൽ യാതൊരു പുരോഗമനവും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധങ്ങൾക്ക് ശക്തി കൂടുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ത്രീ കൂട്ടായ്മയുടെ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും ആരംഭിക്കും. തുടർന്ന് വൈകിട്ട് രാജ്ഭവനിലേക്കും പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. ഇതിനിടയിലും യുവജന സംഘടനകളുടെയും മഹിളാ സംഘടനകളുടെയും പ്രതിഷേധങ്ങൾ തലസ്ഥാനത്തുണ്ടാകുമെന്ന് തന്നെയാണ് തലസ്ഥാനത്ത് നിന്നും നൽകാനുള്ള വിവരം. രാജീവ്, ജിതിൻ തുടരുക. നമുക്ക് ആ പ്രതിഷേധ കൂട്ടായ്മയും കേരളത്തിന്റെ ആകെ പ്രതിഷേധവും പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്. കാരണം അത്രയും ദാരുണമായ ഒരു അന്ത്യമാണ് ജിഷയ്ക്ക് പെരുമ്പാവൂരിൽ സംഭവിച്ചിട്ടുള്ളത്. ഏപ്രിൽ 28-ന് 2 മണിക്കും 7 മണിക്കും ഇടയിലാണ് മരണം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എങ്കിൽ പോലും ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല എന്ന ഖേദകരമായ ഒരു സംഭവം കൂടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഡാനി പോളിലേക്ക് ചേരുന്നു. ഡാനി പോൾ, കേരളം ആകെ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ. ദില്ലി മോഡൽ കൊലപാതകം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ, നിർഭയ കൊല്ലപ്പെട്ടതിനേക്കാൾ വളരെ മൃഗീയമായാണ് ജിഷ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിർഭയയേക്കാൾ പീഡനമേറ്റു വാങ്ങേണ്ടി വന്നിരിക്കുന്നു കേരളത്തിൻ്റെ ഈ ദളിത് പെൺകുട്ടി. ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയാത്തത്? ഡാനി, രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിർഭയേക്കാൾ ക്രൂരമായി തന്നെയാണ് കേരളത്തിൽ ഒരു ദളിത് പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നത് അതൊരു വസ്തുത തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അത് തന്നെയാണ് ഉയർത്തുന്നത്. പക്ഷേ വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. വ്യാഴാഴ്ച പട്ടാപ്പകൽ നടന്ന സംഭവം പിന്നീട് ജിഷയുടെ അമ്മ രാത്രിയോടെ തിരിച്ചെത്തുമ്പോൾ മാത്രമാണ് ഈ വിവരം പുറത്തറിയുന്നത്. പക്ഷേ ഇത് നടന്നു കഴിഞ്ഞ് ഇന്ന് 6 ദിവസം പൂർത്തിയാകുന്നു. പക്ഷേ ഈ ദിവസത്തിൽ അത്രയും പോലീസിന് ഇത് സംബന്ധിച്ച്
യാതൊരു രീതിയിലുള്ള അന്വേഷണത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതിൽ 2-3 കാരണങ്ങൾ വ്യക്തമായി ചേർക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും ആദ്യം തന്നെ പോലീസ് ഇതൊരു കവർച്ചാ ശ്രമത്തിൻ്റെ ഭാഗമായി നടന്ന കൊലപാതകം എന്ന രീതിയിൽ തന്നെയാണ് ആദ്യം ഇത് ചിത്രീകരിക്കാൻ ശ്രമിച്ചതെന്ന് നിസ്സംശയം പറയാം. അതിനുള്ള ഒരു പ്രധാന കാരണം എന്തുകൊണ്ടെന്നാൽ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഇടപെടൽ ഉന്നത സ്ഥലങ്ങളിൽ നിന്ന് നടന്നു എന്ന് തന്നെ ആണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം പോലീസിന് ഇത് ആദ്യമായി പരിശോധന നടത്തുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതിൽ വ്യക്തമായ സൂചനകൾ തന്നെ നടന്നിരുന്നു, അവർക്ക് ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊരു വിവരം പുറത്തേക്ക് വിടാൻ അവർ മടിച്ചിരുന്നു, അല്ലെങ്കിൽ ആരുടെയോ നിർദ്ദേശപ്രകാരം അത് ചെയ്തിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ഇത് ഒരു മോഷണത്തിൻ്റെ ഭാഗമായി നടന്ന കൊലപാതകം എന്ന രീതിയിൽ തന്നെ മാറ്റി എഴുതാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് അതിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുന്നു, പോസ്റ്റ്മോർട്ടത്തിന് മുൻപുള്ള. ഇതിൽ വളരെ വ്യക്തമായി തന്നെ ഇത്തരം സൂചനകൾ പറയുന്നു. 30-ലധികം മുറിവുകൾ ഏറ്റിരിക്കുന്നു, ഗുഹ്യഭാഗങ്ങളിൽ വളരെ മൃഗീയമായി തന്നെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ പ്രാഥമികമായി തന്നെ പോലീസ് ഇത് ശരീരം മാറ്റുമ്പോൾ തന്നെ ലഭിക്കുന്ന അത് അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ചില നിഗമനങ്ങളായിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും അത്തരം രീതിയിലേക്ക് അത്തരം വാർത്തകളിലേക്ക് പോകാതെ തന്നെ ഇത് ആദ്യഘട്ടത്തിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മളുടെ അടക്കമുള്ള ഒരു ഇടവേളയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഈ പെരുമ്പാവൂർ നിർഭയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ ഞങ്ങൾ പോകും. ഇന്ന് ജിഷയ്ക്ക് നീതി ലഭിക്കും വരെ പീപ്പിൾ ടിവിയും ഇത്തരത്തിൽ വാർത്തകളുമായി പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും. കേരളം തെരുവിലേക്ക് ഇറങ്ങുകയാണ് ആവശ്യപ്പെട്ട് പീപ്പിൾ ടിവി ഫേസ്ബുക്കിൽ സംഘടിപ്പിച്ച ഹാഷ്ടാഗ് ക്യാമ്പയിന് ആയിരങ്ങളുടെ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു പോസ്റ്റ് ഞാനിപ്പോൾ വായിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള ദൂരമില്ല, പെരുമ്പാവൂരിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എന്നൊരു പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധയിൽ പെട്ടിരിക്കുകയാണ്. PK ശ്രീമതി ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീമതി ടീച്ചർ, പെരുമ്പാവൂരിൽ നിന്ന് അല്ലെങ്കിൽ ദില്ലിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള ദൂരമില്ല, പെരുമ്പാവൂരിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എന്നൊരു പോസ്റ്റാണ് ഞാനിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എങ്ങനെ കാണുന്നു ഇപ്പോഴത്തെ അവസ്ഥയെ? ശ്രീമതി ടീച്ചർ ലൈനിലുണ്ടോ? ശ്രീമതി ടീച്ചർ ലൈനിലെന്ന് തോന്നുന്നു. ഡാനി പോളിലേക്ക് വീണ്ടും. ഡാനി, ഇപ്പോൾ 28-ാം തീയതിക്ക് ശേഷം ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു, പോലീസിന് യാതൊരു ക്ലൂവും ഇത് സംബന്ധിച്ചില്ല. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥരുമായി മാധ്യമപ്രവർത്തകർക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ? രാജീവ്, ഇതിൽ നിലവിൽ 3 ടീമുകളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചുമതല, അതിൻ്റെ ഒരു കോർഡിനേഷൻ എന്ന രീതിയിൽ IG മഹേഷ് പാൽ യാദവ് എറണാകുളം റേഞ്ച് IG അതിൻ്റെ ചുമതല വഹിക്കുന്നു. പെരുമ്പാവൂർ DOSP അനിൽകുമാർ, അദ്ദേഹത്തിന് കീഴിൽ 2 CIമാർ അടങ്ങുന്ന 3 അംഗ ടീമാണ് ഇത് സംബന്ധിച്ച് നിലവിൽ അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഇതുവരെയും ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു സൂചനകളിലേക്ക്, നിഗമനങ്ങളിലേക്ക് എത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വസ്തുത. 70-ലധികം പേരെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നു. ചോദ്യം ചെയ്യുന്നവരെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങൾ ഫിഗർ നിരത്തുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യത്തിലേക്ക് പോകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നു. വീണ്ടും ശ്രീമതി ടീച്ചറുടെ ടെലിഫോൺ ബന്ധത്തിൽ പ്രശ്നമുണ്ട്. ഡാനി, നേരത്തെ ഇപ്പോൾ ജിഷയുടെ സഹോദരിയുടെ മൊഴി നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നേരത്തെയും ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. ഒരുപക്ഷെ 28-ാം തീയതി പട്ടാപകൽ ഇത്തരത്തിൽ ഒരു കൊലപാതകവും ബലാത്സംഗവും നടക്കുമ്പോൾ അയൽവാസികൾ എന്താണ് പറയുന്നത്? പോലീസ് അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള സൂചന ആ വഴിക്ക് ലഭിച്ചിട്ടുണ്ടോ? രാജീവ്, ഇതിൽ പറയുന്ന ഒരു കാര്യം, പോലീസിന് അയൽവാസികളിൽ നിന്ന് വ്യക്തമായ ഒരു വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നില്ല എന്നതൊരു ഒരു കാര്യം തന്നെയാണ്. അതിന് പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്, കൊല്ലപ്പെട്ട ജിഷമോളുടെ മാതാവിന് അല്പം മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീയാണ്. അതിന് ഒരു കാരണം അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന അത്തരം ദുരന്തങ്ങളുടെ ഒരു ഇടം കൂടി പരിശോധിക്കുന്നുണ്ട്. അത്തരം ഒരു തലത്തിൽ നിന്ന് അതിനെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ആ വീട്ടിലേക്ക് ആരെങ്കിലും തന്നെ ചെല്ലുന്നത് പലപ്പോഴും അവർക്ക് അത്തരം ഒരു മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കി
വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് പലരും തന്നെ അവരിൽ നിന്നൊരു അകലം പാലിച്ചിരുന്നു എന്നതും നാട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ അമ്മ വീട്ടിൽ വന്നിട്ട് അലമുറയിട്ട് കരഞ്ഞിട്ട് പോലും പെട്ടെന്ന് അകത്തേക്ക് ആരും ചെന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന് സമീപവാസികളിൽ നിന്ന് ലഭിക്കുന്ന ഇത് സംബന്ധിച്ച് ശേഖരിക്കാൻ കഴിയുന്ന വിവരങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട് എന്ന് പോലീസ് പറയുന്നു. പക്ഷേ അതിൽ നിന്നുകൊണ്ട് കാര്യമില്ല, കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് തന്നെ തീർച്ചയായും പോകേണ്ടതുണ്ട്. ആദ്യഘട്ടങ്ങളിൽ തന്നെ തുടക്കം മുതൽ തന്നെ ഇതിനെ കാര്യമായൊരു സീരിയസോടുകൂടി തന്നെ ഈ ഒരു വിഷയത്തെ ചെയ്തിരുന്നെങ്കിൽ, അതായത് ഇത് ഒരു കവർച്ചയ്ക്കിടെ നടന്നൊരു കൊലപാതകം എന്ന രീതിക്ക് അപ്പുറം ഇതിന് മാനങ്ങളുണ്ട് എന്നത് പോലീസിന് തന്നെ അറിയാമായിരുന്നു. പക്ഷേ ആ രീതിയിലേക്ക് അന്വേഷണങ്ങൾ തുടക്കത്തിൽ പോയില്ല എന്ന് തന്നെയാണ് സത്യം. ഈ ദിവസങ്ങളിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ അടക്കമുള്ള മാധ്യമങ്ങളുടെ ഒരു ഇടപെടലിന് ശേഷം മാത്രമാണ് ഇതിൽ കാര്യമായ ഒരു അന്വേഷണ സാധ്യതകളിലേക്ക് തന്നെ തിരിയുന്നത്. അതിനുശേഷമാണ് ഒരു അന്വേഷണ സംഘത്തെ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിക്കുന്നത് പോലും. കാര്യം ഇത്രമേൽ മൃഗീയമായ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെടുന്നു, റേപ്പ് കൊല ചെയ്യപ്പെടുന്നു. പക്ഷേ ഇത്തരം ഒരു ഇതിൻ്റെ ഒരു സീരിയസ്നെസ് പരിഗണിച്ച്, ഇതിൻ്റെ ഒരു കേസിൻ്റെ ഒരു സ്വഭാവം പരിഗണിച്ച് തുടക്കം മുതൽ തന്നെ പോലീസ് പുലർത്തേണ്ട ജാഗ്രതയില്ലായിരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പുന്നത്. യാതൊരു രീതിയിലേക്കും അന്വേഷണം ഏത് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകണമെന്നറിയില്ല. അന്യസംസ്ഥാന തൊഴിലാളികളെ സംശയമുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അടുത്തയിടെ ജിഷ ഒരു ബൈക്ക് സംബന്ധിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. അമ്മയുടെ ദേഹത്ത് ബൈക്ക് തട്ടാൻ പോകുന്നു. അതിൽ ക്ഷുഭിതരായ ജിഷ ആ ബൈക്കിൽ സഞ്ചരിച്ചിരുന്നവരെ ചോദ്യം ചെയ്തിരുന്നു എന്ന് പറയുന്നു. ഇത് സംബന്ധിച്ചും അന്വേഷണം നടന്നു. പക്ഷേ ഇതൊന്നും ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നില്ല. പോലീസിൻ്റെ ഊഹങ്ങൾ മാത്രമാണ്. പലപ്പോഴും ഈ ഒരു കേസ് എങ്ങോട്ട് എത്തിക്കണം എന്നറിയാത്ത ഒരു അവസ്ഥ പോലീസിനുണ്ട്. വ്യക്തമായ രീതിയിലേക്ക് മുന്നേറാൻ കഴിയുന്നില്ല. ഇത് ഏത് രീതിയിൽ ആരെ സംരക്ഷിക്കാൻ, എങ്ങനെ മുന്നോട്ട്, അത് പല പ്രതികളെ തന്നെ സംരക്ഷിക്കാനാണെന്നുള്ള ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. പോലീസ് ശരിയായ ദിശയിലല്ല അന്വേഷണം നടത്തുന്നതെന്ന ആക്ഷേപം വളരെ ശക്തമായി തന്നെ ഉയരുന്നു. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ ഒരു ഇതിൽ സംഭവിക്കാവുന്ന ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ആ രീതിയിൽ തന്നെയും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. പൊതുവിൽ പോലീസിന് ഈ കേസ് ഈ സമയം വരെയും പോലീസിന് ഈ കേസ് എങ്ങോട്ടും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുത തന്നെയാണ് അവശേഷിക്കുന്നത്. രാജീവ്. പി കെ ശ്രീമതി ടീച്ചർ നമ്മോടൊപ്പം ചേർന്നു. ശ്രീമതി ടീച്ചർ, എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്? ഞാൻ നേരത്തെ ഒരു കോട്ട് താങ്കൾക്കായി വായിക്കുകയുണ്ടായി. ഡൽഹിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള ദൂരമില്ല, പെരുമ്പാവൂരിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കെന്ന് ഒരു പെൺകുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അത്രത്തോളം അരക്ഷിതമായ, അരാജകത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമായോ കേരളത്തിലേത് എന്നാണ് ഇപ്പോൾ ഏവരും സംശയിക്കുന്നത്. ടീച്ചർ. ശ്രീമതി ടീച്ചറുമായിട്ടുള്ള ടെലിഫോൺ ബന്ധത്തിൽ ആദ്യം ഈ ടെലിഫോൺ കാര്യങ്ങളൊന്ന് നന്നാക്കാൻ സാങ്കേതിക വിഭാഗത്തിൻ്റെ സഹായം തേടുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഡാനി, ഇപ്പോൾ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ ചെറിയ ചെറിയ ഇഷ്യൂസിൽ നിന്ന് ഇത്രയും വലിയ മൃഗീയമായ കൊലപാതകവും ബലാത്സംഗവും നടത്താൻ മാത്രം പ്രാപ്തരായ, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ടോ? പോലീസ് ഇല്ലേ അവിടെ? കണക്കിലെടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ രാജീവ്, ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടി ഇതാണ്, പെരുമ്പാവൂർ മേഖലയാണ്. അപ്പോൾ അവിടെ ഒരു കുറ്റകൃത്യങ്ങൾ കൂടുതലായി വർദ്ധിക്കുന്നു എന്നത് നിരവധി തവണ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഭാഗത്ത് കഞ്ചാവ് പല തവണയായി പിടിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ഇതെല്ലാം തന്നെ നിരവധി തവണയായി ശ്രദ്ധിക്കപ്പെടുന്നു. ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേരിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു മേഖല കൂടി പെരുമ്പാവൂരാണ്. പക്ഷേ ഇതിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ പ്രാദേശികമായി നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വാസനയും കൂടുതലാണ്. നിരവധി കേസുകൾ ഇത് സംബന്ധിച്ച് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് പോലീസിൻ്റെ ഒരു ഇടപെടൽ എത്രത്തോളം ഉണ്ട് എന്നത് സംശയകരം തന്നെയാണ്. പലപ്പോഴും തന്നെ അത് ഒരു പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. നിരവധി യുവജന സംഘടനകൾ ലഹരിക്കെതിരെ, പോലീസിൻ്റെ ഈ തണുത്ത നടപടിക്കെതിരെ പലപ്പോഴും തന്നെ ഈ മേഖലയിൽ സമരം നടന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇത്തരം ലഹരിക്ക് അടിപ്പെടുന്ന ഒരു വലിയ സഞ്ചയം തന്നെ ആ മേഖലയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ ആ രീതിയിലും അന്വേഷിക്കേണ്ട ഒരു ചുമതല കൂടിയുണ്ട്. നേരത്തെ തന്നെ ഇത്തരം കേസുകൾ നിരവധിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായൊരു നടപടികൾ ഉണ്ടായിട്ടില്ല. പല രീതിയിലും
ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ തന്നെ അവിടെയുണ്ട്. കാരണം മണൽ വാരൽ മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്, ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കൂടുതലായും അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ച് തന്നെയാണ് ഇതെല്ലാം തന്നെ നിലകൊള്ളുന്നത്. അതോടൊപ്പം തന്നെ ഈ ലഹരി മരുന്ന് മാഫിയ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മേഖല കൂടി തന്നെയാണ്. പ്രത്യേകിച്ച് അവിടെ നിന്ന് കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ സീസ് ചെയ്യപ്പെട്ടതിൻ്റെ ഒരു കേസുകളുടെ ഒരു എണ്ണം മാത്രം കണക്കിലെടുത്താൽ മതി. പോലീസിൻ്റെ ഇടപെടൽ ഈ മേഖലയിൽ കാര്യക്ഷമമല്ല. രാജീവ്, വളരെ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ തലങ്ങൾ ഉയരുകയാണ്. പീപ്പിൾ TV ആരംഭിച്ച ഫേസ്ബുക്ക് ക്യാമ്പയിൻ്റെ ഒരു സന്ദേശം കൂടി, അതിൽ വന്നൊരു സന്ദേശം കൂടി പ്രേക്ഷകർക്കായി പകരുകയാണ്. ഈ റേപ്പ് നടന്ന പരിസരത്ത് ഏതോ പോലീസ് ഉദ്യോഗസ്ഥനാണ് സരിതയുടെ വീഡിയോ എന്ന് പറഞ്ഞ അമിത താല്പര്യമെടുത്ത് ചില മഞ്ഞ മനസ്സുള്ള പത്രക്കാരെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതിനെടുത്തിരുന്നതിൻ്റെ 1% ഊർജ്ജം നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ എടുത്തിരുന്നുവെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ എന്നൊരു സംശയം ബാക്കിയാകുന്നു. ഒരു മാധ്യമ പ്രവർത്തക ഇട്ട പോസ്റ്റാണ് ഞാൻ പ്രേക്ഷകർക്കായി വായിച്ചത്. വളരെ ശക്തമായ പ്രതിഷേധം ഫേസ്ബുക്കിൽ ഉയരുകയാണ്. അത് ഇന്ത്യയിലൊട്ടാകെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ജിതിൻ നമ്മോടൊപ്പം ചേരുന്നു. ജിതിൻ, ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധമാണ്? കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ? തീർച്ചയായും രാജീവ്, വലിയ പ്രതിഷേധം തന്നെയാണ് കേരളമൊട്ടാകെ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദില്ലിയിൽ അന്ന് നിർഭയ കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടായ പ്രതിഷേധാഗ്നി നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ സംഭവങ്ങൾ പ്രതിഷേധം തന്നെയാണ് കേരളത്തിലും നടക്കാനിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഇന്നലെ സംഭവം നടന്ന് ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് ഇന്നലെ ക്രൂരമായ കൊലപാതകമാണ് നടന്നത് എന്ന് വ്യക്തമായപ്പോൾ തന്നെ പെരുമ്പാവൂരിലും എറണാകുളത്തെ മറ്റിടങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളം കണ്ടതാണ്. അതിന് തുടർച്ചയെന്നോളമാണ് ഇന്ന് തലസ്ഥാനത്തേക്കും ഈ പ്രതിഷേധാഗ്നി വ്യാപിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ സെക്രട്ടേറിയറ്റ് ഈ സെക്രട്ടേറിയറ്റിന് മുൻവശം ഈ പ്രതിഷേധത്തിന് വേദിയാവുകയാണ്. സ്ത്രീ കൂട്ടായ്മയുടെ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അല്പസമയത്തിനകം തന്നെ നടക്കുക. ഒപ്പം തന്നെ ഇന്ന് വൈകിട്ട് രാജ്ഭവനിലേക്കും പ്രതിഷേധ മാർച്ചിന് വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ വിവിധ യുവജന സംഘടനകളും മഹിളാ സംഘടനകളും ഇക്കാര്യത്തിൽ കൊലപാതകത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ ആരംഭിച്ച ജസ്റ്റിസ് ഫോർ ജിഷ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനിലൂടെ സമൂഹ മാധ്യമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കേരളത്തിലെ തെരുവുകളിലും ഉണ്ടാകുന്നത്. അതിന് ഏറ്റവും പുതിയ ദൃഷ്ടാന്തമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് തലസ്ഥാനത്ത് ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രതിഷേധങ്ങളാണ്. തുടർന്നും വലിയ പ്രതിഷേധങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. കേരളം ജനത എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രതികരിക്കുന്ന ഒരു ജനവിഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രൂരമായ ഒരു പീഡനം കേരളത്തിൽ നടക്കുമ്പോൾ ഡൽഹിയിൽ നിർഭയ കൊല്ലപ്പെട്ടതിനേക്കാൾ എത്രയോ മടങ്ങ് ക്രൂരമായ രീതിയിലുള്ള വിവരിക്കാനാകാത്ത അത്രയും ദാരുണമായൊരു കൊലപാതകവും ഒരു പീഡനവും കേരളത്തിൽ നടന്നിരിക്കുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് വരും നിമിഷങ്ങളിൽ കേരളത്തിൻ്റെ തെരുവുകളിൽ ഉണ്ടാവുക എന്നത് വ്യക്തമാവുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ത്രീ കൂട്ടായ്മയുടെ പ്രതിഷേധ കൂട്ടായ്മ ആരംഭിക്കും. വൈകിട്ട് രാജ്ഭവനിലേക്കും പ്രതിഷേധ കൂട്ടായ്മ നടക്കുന്നു. ഇതിനിടയിലും വിവിധ സംഘടനകളുടെ പ്രതിഷേധ കൂട്ടായ്മകളും പ്രതിഷേധ മാർച്ചുകളും പ്രതിഷേധ യോഗങ്ങളും തലസ്ഥാനത്തടക്കം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് പെരുമ്പാവൂരിൽ ദളിത് വിദ്യാർത്ഥി നിയമ വിദ്യാർത്ഥി ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉയരുന്നത്. അന്ന് നിർഭയ കൊല്ലപ്പെട്ടപ്പോൾ ഡൽഹി കണ്ടതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാവും വരും മണിക്കൂറുകൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാനാവുക. രാജീവ്, ഇപ്പോൾ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ ഗിരീഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ഡോക്ടർ ഗിരീഷ്, ഒരു ക്രൈം നടക്കുന്നു, അത് വളരെ മൃഗീയമായ ക്രൈമായി പിന്നീട് പുറത്തറിയുന്നു. ഇത്തരത്തിലുള്ള ഒരു ക്രൈം നടക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായാലല്ലേ ഇത്തരത്തിലുള്ള ഒരു ക്രൈമിലേക്ക്, അതും ഇത്രയും മൃഗീയമായ ഒരു കൊലപാതകത്തിലേക്കും ബലാത്സംഗത്തിലേക്കും ആളുകൾക്ക് പോകാൻ സാധിക്കൂ? ഈ സിസ്റ്റത്തെ, നീതി വ്യവസ്ഥയെ ഭയമില്ലാതാക്കുന്ന എന്തൊക്കെയോ ഘടകങ്ങൾ കേരളത്തിലുണ്ടെന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ സാമൂഹികമായിട്ട് എന്തും ആവാം, അല്ലെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടാം എന്നുള്ള ഒരു വളരെ ഒരു പെർവസീവായിട്ടുള്ള ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്നുള്ള പെർസെപ്ഷൻ എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കുന്ന പശ്ചാത്തലം ഒന്നാണ്. ഒപ്പം തന്നെ ഇത്രയും ക്രൂരമായി കൊലപാതകങ്ങൾ നടത്തുവാനും അത്തരം വൈകൃതങ്ങളിലൂടെ എന്തോ ഒരു പ്രത്യേക ആസക്തി കണ്ടെത്തുവാനും സഹായിക്കുമാറുണ്ടാകുന്ന മാനസാവസ്ഥയിലേക്ക് മാറുന്ന ചുറ്റുപാടും മനുഷ്യ മനസ്സിലേക്ക് നയിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ലഹരിയായാലും വളരെ കൂടുതൽ അഗ്രസീവായിട്ടുള്ള ഒരു വെർച്വൽ വേൾഡിൽ ജീവിക്കുന്ന ടെൻഡൻസികളും അത്തരം വൈകൃതങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക ഭാവം ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക സാഹചര്യവും ഉണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്.
ഡോക്ടർ ഗിരീഷ്, ഒരു പക്ഷേ ഡൽഹിയിൽ ഇത്തരത്തിൽ നിർഭയ കൊല്ലപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം മുതൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരുന്നു സമൂഹത്തിൽ നിന്ന് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ കേരളത്തിലും അത്തരത്തിൽ ഒരു റിയാക്ഷൻ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഡൽഹിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഉറങ്ങുകയാണ് എന്നൊരു ധാരണയിലേക്ക് പോകേണ്ടി വരുന്നത്ര കാര്യങ്ങൾ അങ്ങനെ നീങ്ങുകയാണ്. ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും പ്രതിഷേധ സ്വരം ഉയരുന്നുണ്ടെങ്കിൽ പോലും അതൊരു വലിയ പ്രതിഷേധമായി മാറുന്നില്ല. ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാർച്ചുകൾ അങ്ങനെ പെട്ടെന്ന് തന്നെ നടക്കുന്നില്ല. ദില്ലിയിലെ ആ ജനതയും കേരളത്തിലെ ജനതയും, നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനമാണ്, സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഉറങ്ങാൻ കാരണം എന്താണ്? അല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ വളരെയധികം ക്രൂരമായും വളരെ മൃഗീയമായും കൊലപ്പെടുത്തുകയും ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയമാക്കുന്ന സംഭവങ്ങൾ മിക്കവാറും കേട്ട് നമ്മൾ കൂടുതൽ കേട്ട് വരുന്ന ഒരു അവസ്ഥയിലാകുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് ഇതിനോടുള്ള ഒരു ഇറ്റ്സ് അനദർ വൺ മോർ എന്നുള്ള നിലയ്ക്ക് മാറുകയും, മാത്രമല്ല വ്യക്തികൾ പൊതു പ്രശ്നങ്ങൾ ഏർപ്പെടുന്ന ഒരു സ്വഭാവം, കളക്ടിവിസം മാറിയ ശേഷം സ്വകാര്യമായി തീരുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു പൊതുവിഷയങ്ങളിലേക്ക് മാറുന്നതിന് അവനവന്റെ സന്തോഷങ്ങൾ, അവനവന്റെ കൊച്ചു ദുഃഖങ്ങളിലേക്ക് ഒതുങ്ങി പൊതു പ്രശ്നങ്ങളിലേക്ക് പ്രതികരിക്കുന്ന മനോഭാവം മാറുന്നു. പിന്നെ അന്ന് ഈ ഡൽഹിയുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഡൽഹി ഒരു മെട്രോ എന്ന വിധത്തിലും ഒരു മിഡിൽ ക്ലാസിന്റെ ഒരു പ്രൊട്ടസ്റ്റ് എന്ന വിധത്തിലും അന്ന് ഒരു സോഷ്യൽ മീഡിയ സ്പോൺസേർഡായിട്ടുണ്ടാകുന്ന ഒരു അത്ര ഒരു സംസ്കാരം അവിടെ നിന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആ വിധത്തിൽ അത് നീങ്ങിയില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കൂടുതൽ അതിനെ ചിന്തിക്കേണ്ടതുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ കാണുന്നത്, ഒന്ന് ഈ ഇത്തരം പ്രശ്നങ്ങളുടെ ത്രഷ് എത്ര തന്നെ കേട്ട് കഴിഞ്ഞാലും ഇത്രയൊക്കെ ഉള്ളൂ എന്നൊരു ത്രഷ് ലെവലിലേക്ക് നമ്മുടെ കേരള ജനത എത്തുന്നുണ്ടോ? അതായത് ഒരു ക്രൂരമായ കൊലപാതകം പോലും ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാനുള്ള മാനസികമായ ഒരു കട്ടി. എക്സാക്ട്ലി അത് നിരന്തരമായ ഇത്തരം കാര്യങ്ങളുടെ വാർത്ത വരുന്നതിന്റെ ഫലമായിട്ട് ഇനി ഒന്നുകൂടെ നടന്നു, അത്രേ ഉള്ളൂ എന്ന് നിലയ്ക്ക് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ഭയം എന്റെ മനസ്സിൽ ജനിക്കുന്നുണ്ട്. രണ്ട്, ഈ വ്യക്തികളിലേക്ക് മാത്രം ഒതുങ്ങുകയും പൊതുപ്രശ്നങ്ങൾ ഏർപ്പെടാൻ നിന്നും പിന്തിരിയുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ, ഈ കളക്ടിവിസം എന്ന് പറയും. പൊതുവിഷയങ്ങളിലേക്ക് ഏർപ്പെടുക, പൊതുകാര്യങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം അവനവന്റെ സ്വകാര്യ ദുഃഖങ്ങൾ, ഒരു മുഖക്കുരു ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം, ഒരു കൊതുക് കടിച്ച വലിയ പ്രശ്നം, അതിലേക്ക് മാത്രം ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നം കൂടി എനിക്ക് ഇതിനകത്ത് തോന്നുന്നുണ്ട്. ഡോക്ടർ ഗിരീഷ്, ഒപ്പം തന്നെ നമുക്കറിയാം വികസിത രാജ്യങ്ങളിലും ബലാത്സംഗവും കൊലപാതകവും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഈ ബലാത്സംഗങ്ങളിലുണ്ടായ വർധന 3 ഇരട്ടിയാണ്. ഞാൻ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചപ്പോൾ 3 ഇരട്ടിയായി ഇത്തരത്തിൽ ബലാത്സംഗങ്ങൾ വർദ്ധിക്കാൻ കാരണം ഒരു സാമൂഹിക അന്തരീക്ഷം അങ്ങനത്തെ അത്ര സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. അല്ല, ഒന്ന് ഈ ഇത്തരം പ്രത്യേകിച്ച് ലൈംഗിക വൈകൃതങ്ങൾ കൂടുന്നതിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഈ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാരണങ്ങൾ, പൊതുവെ ഈ ലഹരിയുടെ ഉപയോഗം വല്ലാതെ കൂടുന്ന ഒരു പശ്ചാത്തലം നമുക്കിവിടെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ വളരെ തീവ്രവും തീക്ഷ്ണവും ക്രൂരവുമായി നടക്കുന്ന പല മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പിന്നിലും ആ ചെയ്യുന്ന സമയങ്ങളിൽ ഒരു ലഹരിയുടേതായ സ്വാധീനം അല്ലെങ്കിൽ ലഹരി സംസ്കാരത്തിന്റെ സ്വാധീനം എപ്പോഴും വളരെ വ്യക്തമാണ്. ഏതൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, നമുക്ക് ഈ എന്താ പറയുക, സൈബർ സെക്സിന്റെ സ്വാധീനം അസാധാരണമായിട്ട് കൂടിയിട്ടുണ്ട്. പലപ്പോഴും പല ഇത്തരം വൈകൃതമുള്ള വ്യക്തികൾ സൈറ്റുകൾ കാണുകയും അതിൽ നിന്ന് കൂടുതൽ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ലൈംഗിക വൈകൃതത്തിന്റെ തീവ്രത കൂടി വരുന്ന ഒരു അവസ്ഥ വളരെ കൂടുതൽ സംഭവിക്കുന്നു. ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാനത് അങ്ങനെയാണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സും ഒരു ഭാഗത്ത് നടക്കുന്നു. പിന്നെ വേറൊരു പൊതു പെർസെപ്ഷൻ ഉള്ളത്, എന്തായാലും രക്ഷപ്പെടാം എന്നൊരു ധാരണയുണ്ട്. രക്ഷപ്പെടാം എന്നുള്ളത് വലിയ പ്രശ്നമൊന്നുമല്ല, ലെറ്റ് ഇറ്റ് ഹാപ്പൻ, എങ്കിലും രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ഇതിനെക്കുറിച്ചുള്ള ഒരു പെർസെപ്ഷനും മാറിയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടെ തന്നെയാണ്. വളരെയധികം നന്ദി ഡോക്ടർ ഗിരീഷ്.